ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല രുചികരമായ ചക്ക പായസമാണ്. വളരെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ആദ്യം ഈ പായസം തയ്യാറാക്കാനായിട്ട് ചേരുവകൾ നോക്കാം. അതിനായിട്ട് ആവശ്യമായത് പഴുത്ത ചക്ക, ശർക്കര പാനി, തേങ്ങാപ്പാല്, വേവിച്ച ചൗവരി, ഏലക്ക, തേങ്ങാക്കൊത്ത്, നെയ്യ് എന്നിവയാണ്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു വലിയ പാൻ എടുത്തിട്ട് അതിൽ നെയ്യ് നമുക്ക് ചൂടാക്കാം. നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലൂടെ തേങ്ങാക്കൊത്ത് ഇട്ട് തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അതേ നെയ്യിലോട്ട് തന്നെ നമ്മുടെ പഴുത്ത ചക്കയും കൂടി ആഡ് ചെയ്തിട്ട് അതിനെ കൂടെ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ശർക്കര പാനിയും ചേർക്കാം. പിന്നെ നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് ചേർത്തിളക്കിയതിന് ശേഷം കുറച്ച് നേരം ഇതിനെ തിളപ്പിച്ചെടുക്കാം. കുറച്ചധികം നേരം നമുക്ക് തിളപ്പിക്കേണ്ടി വരും. ശർക്കര പാനിയിൽ ഒന്ന് വറ്റി നല്ലപോലെ ചക്കയുമായിട്ട് ചേർന്നെടുക്കുന്നത് വരെ നമുക്ക് തിളപ്പിക്കേണ്ടി വരും. ഇനി നമുക്കിതിലോട്ട് വേവിച്ച ചൗവരി ഒന്ന് ചേർത്ത് ഒന്നിനൊന്ന് യോജിപ്പിക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലോട്ട് നമ്മുടെ രണ്ടാം തേങ്ങാപ്പാല് ഒഴിച്ചു കൊടുക്കാം. രണ്ടാം തേങ്ങാപ്പാല് ആഡാക്കിയതിനു ശേഷം നന്നായിട്ടൊന്ന് ചേർത്തിളക്കാം. നമ്മൾ വീണ്ടും ഇതിനെ കുറച്ചു നേരം കൂടി തിളപ്പിച്ചെടുക്കണം. കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്കിതിനെ തിളപ്പിക്കാം. തേങ്ങാപ്പാൽ നന്നായിട്ട് വറ്റിയിട്ടുണ്ടാകും. ഇതിലോട്ട് നമുക്ക് ഒന്നാം തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നാം തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് ഏലക്ക ഇട്ടെടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് കൂടി വെച്ച തേങ്ങാക്കൊത്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയും കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നല്ല രുചികരമായ ചക്ക പായസം തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. നന്ദി.